ഭഗവാൻ എലിയായിട്ട് വന്നു എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. എലിയായിട്ടോ? അങ്ങനെ ഒരു അനുഭവമുണ്ട്. ഗുരുവായൂരപ്പൻ എലിയായിട്ടോ? അതിൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ, വൃത്തിയായി കഴിഞ്ഞാൽ ഇത് നോക്കുമ്പോൾ കാണാനില്ല, ഓടക്കുള്ള കാണാനില്ല. അപ്പം ഞാനവിടെ താഴ്ത്തിട്ടതിൻ്റെ ശബ്ദം കേട്ടതാണ്. അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഭീതികൾ ധാരാളം വന്നു. കാരണം ഓടക്കുള്ളിൽ കാണാനില്ലെങ്കിൽ അത് നമ്മുടെ പേരിൽ വരുന്നൊരു വലിയൊരു ക്രൈം ആണ്. ഗുരുവായൂർ എന്ത് പ്രശ്നം വന്നാലും പിറ്റേ ദിവസം അത് വെണ്ടയ്ക്കാക്ഷരത്തിൽ പേപ്പറിൽ ഇങ്ങനെ വരും. അത് മുഴുവൻ ജനങ്ങൾ മുഴുവൻ അറിയും, നാണക്കേടാവും. ആകെ പരിഭ്രമമായി. അപ്പോഴും ഭയം വന്നു. ആ ചുമരിൽ ചാരി ഇരുന്നുകൊണ്ട് ഉറക്കെ ഒരു ഗുരുവായൂരെ ഞങ്ങൾ വിളിച്ചു, കരഞ്ഞു. നോക്കുമ്പോൾ ഇത് ഭഗവാന്റെ കയ്യിലിരിക്കണം. ഭഗവാന്റെ കയ്യിലിരിക്കണം. എത്ര വെച്ചാലും ഊരിപ്പോകുന്ന ഈ സാധനം ഭഗവാന്റെ കയ്യിലിരിക്കും. ഞാൻ താഴ്ത്തിക്കിട്ടതാണ്. ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കാര്യമാണ് വാകച്ചാർത്ത് എന്ന് പറയുന്നത്. എഴുക്കിളക്കാനായിട്ട് വളരെ സോഫ്റ്റായിട്ടുള്ള പന്നിരോമങ്ങളെ കൊണ്ടുള്ള പന്നിരോമങ്ങളെ കൊണ്ടുള്ള ഇത് കണ്ണൻ്റെ ഒരു കളിയാണ്. രാവിലെ നമ്മൾ കയ്യിൽ കൊടുക്കണോ താഴത്തേക്ക് ഇടണോ, വീണ്ടും കൈ കൊടുത്തു അപ്പോഴും താഴത്തേക്ക് ഇട്ടു. താഴത്തേക്കിട്ടപ്പോൾ ചാടി പിടിച്ചു. വൃത്തിയായി കഴിഞ്ഞാൽ ഇത് നോക്കുമ്പോൾ കാണാനില്ല, കാണാനില്ല. അപ്പോൾ ഞാനവിടെ താഴ്ത്തിട്ടതിൻ്റെ ശബ്ദം കേട്ടതാണ്, പക്ഷേ കാണാനില്ല. ഞാൻ അവിടെ മുഴുവൻ നോക്കി, കാണാനില്ല. ആകെ ഒരു ചെറിയ ശ്രീകോവിൽ എന്ന് പറഞ്ഞാൽ അത്രയും ദൂരം, എൻ്റെ അകത്ത് മുഴുവൻ നോക്കി, കണ്ടില്ല. പിന്നെ ഞാൻ ഇനി പൊതുവേ ശ്രീകോവിലിൻ്റെ അകത്ത് കുറച്ച് ഇരുട്ടാണല്ലോ, ഈ വിളക്കിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ, വേറെ ട്യൂബ് ലൈറ്റും മറ്റു ലൈറ്റുകളൊന്നുമില്ല. അപ്പോൾ തിരി കത്തിച്ച് നോക്കി, കണ്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കി. വെള്ളം ഒഴിച്ചാൽ ഇതിങ്ങനെ ഉരുളുന്ന ശബ്ദം കേൾക്കാം. അപ്പോൾ ഒരു കുടം വെള്ളം നിലത്തങ്ങോട്ട് ഒഴിച്ച് നോക്കി, അപ്പോഴും കണ്ടില്ല. അപ്പോഴേക്കും പരിഭ്രമമായി. ഇത് സമയവും വൈകണം, 3:58 ആയി. 4 മണിക്ക് നട തുറക്കണം, കൃത്യം 4 മണിക്ക് നട തുറക്കണം. 4 മണിക്ക് നട തുറന്നില്ലെങ്കിൽ 2 ബുദ്ധിമുട്ടുകളാണല്ലോ. ഒന്ന്, പങ്ക്ച്വാലിറ്റി നഷ്ടപ്പെടും. ഗുരുവായൂർ അത് പങ്ക്ച്വാലിറ്റി വളരെ നിർബന്ധമാണ്. പിന്നെ അതുകൂടാതെ ഭക്തജനങ്ങൾ കുറേ 3 മണി മുതൽ ഇങ്ങനെ ക്യൂ നിൽക്കണവരാണ്. അവർക്ക് നട തുറന്ന് തൊഴുതിട്ട് വേണമെന്ന് പുറത്ത് പോകാനായിട്ട് അടച്ചിരിക്കുകയാണ്. ഭവനം ദർശിച്ചിട്ട് വേണം പോകാൻ. അതെ, ഭവനം ദർശിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ എങ്ങനെയായാലും ഒന്ന് കാണാതെ സമയത്ത് ഓർക്കാതെ പറ്റില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഇത് ഓടക്കുള്ളി കാണാനില്ല. അപ്പോഴേക്കും പരിഭ്രമമായി ആകെ, മനസ്സോട് വളരെ പരിഭ്രമമായി. അതുകൂടാതെ അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഭീതികൾ ധാരാളം വന്നു. കാരണം ഓടക്കുള്ളിൽ കാണാനില്ലെങ്കിൽ അത് നമ്മുടെ പേരിൽ വരുന്നൊരു വലിയൊരു ക്രൈം ആണ്. ഒരു സാധനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ അതുകൂടാതെ ഗുരുവായൂർ എന്ത് പ്രശ്നം വന്നാലും പിറ്റേ ദിവസം അത് വെണ്ടയ്ക്കാക്ഷരത്തിൽ പേപ്പറിൽ ഇങ്ങനെ വരും. അത് മുഴുവൻ ജനങ്ങൾ മുഴുവൻ അറിയും, നാണക്കേടാവും. ആകെ പരിഭ്രമമായി. അപ്പോഴും ഭയം വന്നു. ആ ചുമരിൽ ചാരി ഇരുന്നുകൊണ്ട് ഉറക്കെ ഒരു ഗുരുവായൂരെ ഞങ്ങൾ വിളിച്ചു, കരഞ്ഞു. അപ്പോൾ ഉള്ളിൽ ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു. കരച്ചിൽ വന്നിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇത് ഭഗവാന്റെ കയ്യിലിരിക്കണം. ഭഗവാന്റെ കയ്യിലിരിക്കണം. എത്ര വെച്ചാലും ഊരിപ്പോകുന്ന ഈ സാധനം ഭഗവാന്റെ കയ്യിലിരിക്കും. ഞാൻ താഴ്ത്തിക്കിട്ടതാണ്. താഴ്ത്തിരുന്ന ശബ്ദവും കേട്ടതാണ്. അത് കയ്യിലിരിക്കണം. ഞാൻ വലിച്ചു നോക്കിയിട്ട് പോരണില്ല, അത്ര ബലമായിട്ട് പിടിച്ചിരിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കണ്ണൻ്റെ ഒരു കളിയാണ്. രാവിലെ നമ്മൾ കയ്യിൽ കൊടുക്കണോ താഴത്തേക്ക് ഇടണോ, വീണ്ടും കൈ കൊടുത്തു അപ്പോഴും താഴത്തേക്ക് ഇട്ടു. താഴത്തേക്കിട്ടപ്പോൾ ചാടി പിടിച്ചു. അപ്പോൾ അന്ന് ഈ ഭയത്തോടു കൂടി ഉണ്ടായ ഗുരുവായൂരപ്പനോടുണ്ടായ ഒരു ഭക്തി, ഒരു ഭയങ്കര ഭക്തിയായിട്ട് മാറി. അപ്പോൾ ഭക്തി ഉണ്ടാക്കാൻ വേണ്ടി ഗുരുവായൂരപ്പൻ ചെയ്തൊരു കളിയാണത്. ആ ഭക്തി ഇന്നും നിലനിന്ന് പോകണം. ആദ്യത്തെ ദിവസം വന്ന് രണ്ടാമത്തെ ദിവസം പരീക്ഷിച്ചു. ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞിട്ടാണ്. 2 ദിവസം സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യാദ്യമായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഭക്തി ഉണ്ടാവുന്നതാണല്ലോ കണ്ണനും വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഭക്തിയില്ലാഞ്ഞിട്ടല്ല, ശാരീരിക ക്ലേശം കൊണ്ട് ഭക്തിയേക്കാൾ കൂടുതൽ അവനവൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കൂടുതലുണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അതൊരു അത്ഭുതമാണ്. അത് മാറ്റാൻ വേണ്ടിയാണ് ഭഗവാൻ ചെയ്തത്. അങ്ങനെ ഉണ്ടായ ഒരു സംഭവം, അതൊരു വലിയ, അങ്ങനെ 100 കണക്കിന് അനുഭവങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ധാരാളം അനുഭവങ്ങൾ ഇങ്ങനെ വ്യക്തിപരമായിട്ടുണ്ടാവും. നമ്മളെ പല സമയത്തും പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യും.
ഈ ഭഗവാനെ ചാർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നത് ഒന്ന് ഒരുപാട് ആളുകൾ കാണാൻ കൊതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് കണ്ണനെ പരിപാലിക്കുന്നത്? നിർമ്മാല്യം എന്ന് പറയുന്നത് തലേ ദിവസത്തെ അലങ്കാരത്തോടു കൂടി തൊഴുന്നതിനാണ് നിർമ്മാല്യം എന്ന് പറയുന്നത്. ഈ 3 മണിക്കാണ് നട തുറക്കുക. 3 മണിക്ക് നട തുറന്നാൽ തലേ ദിവസ അലങ്കാരങ്ങളെല്ലാം മാറ്റി എന്നിട്ട് 6 നാഴി എള്ളെണ്ണ കൊണ്ട് അഭിഷേകം. 6 നാഴി അത് ശുദ്ധമായ എള്ളെണ്ണയാണ്, അവിടെ ഉണ്ടാക്കുന്ന എള്ളെണ്ണയാണ്, കടയിൽ നിന്ന് മേടിക്കുന്നതല്ല. ആ എള്ളെണ്ണ കൊണ്ട് അഭിഷേകമാണ്. അത് ചില ഏതൊരു പാട്ടിലൊക്കെ ഉണ്ട്, 6 നാഴി എള്ളെണ്ണാടട്ടയോ എന്നൊക്കെ ഉണ്ട്, ചില പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ മെഴുക്കിളക്കാനായിട്ട് ഇടുന്നതാണ് വാകച്ചാർത്ത്. അതാണ് വാക. അപ്പോൾ നെന്മേനി വാകയുടെ പൊടി, അത് വളരെ നൈസായിട്ടുള്ളൊരു പൊടി. ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കാര്യമാണ് വാകച്ചാർത്ത് എന്ന് പറയുന്നത്. നെന്മേനി വാക കൊണ്ടുള്ള വളരെ നൈസായിട്ടുള്ള വാകപ്പൊടി. ഇതിൽ തരികളൊന്നും ഉണ്ടാവില്ല, വളരെ നൈസായിട്ടുള്ള പൊടിയാവും. അതുകൊണ്ട് ചാർത്തുന്നതിനാണ് വാകച്ചാർത്തുന്നതാണ്. ഭഗവാൻ വലിയ ഇഷ്ടമാണ്, അത് വളരെ വിശേഷമാണ്, വളരെ ഒരു മെഡിസിനൽ കൂടിയാണത്. അപ്പം അത് മുഴുവൻ വാക ചാർത്തി കഴിഞ്ഞാൽ പിന്നെ അത് മെഴുക്കിളക്കലാണ്. മെഴുക്കിളക്കാനായിട്ട് വളരെ സോഫ്റ്റായിട്ടുള്ള പന്നിരോമങ്ങളെ കൊണ്ടുള്ള പന്നിരോമങ്ങളെ കൊണ്ടുള്ള ഒരു ബ്രഷ് കൊണ്ടാണ് അത് ഇളക്കണത്. ബ്രഷ് എന്ന് പറയാൻ പാടില്ല, പന്നിരോമം കൊണ്ടാണ് അതിന് മെഴുക്കിളക്കണത്. സാധാരണ മറ്റേ ഇഞ്ചിയൊക്കെ അല്ലേ? ഇഞ്ചിയാണ് എല്ലാ ക്ഷേത്രത്തിലും പതിവ്. ഗുരുവായൂരപ്പന് ഇഞ്ചിയുടെ ഹാർഡ്നെസ് കൂടി പാടില്ല, അത്ര സോഫ്റ്റാണ്. പന്നിയുടെ രോമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തൊടുമ്പോൾ തന്നെ കുളിര് കോരുന്ന അത്ര സോഫ്റ്റ്നെസ്സാണ്. അതുകൊണ്ടാണ് മെഴുക്കിളക്കുക. അത്ര ഒട്ടും വേദനിപ്പിക്കാവുന്ന ഒന്നും ഗുരുവായൂരപ്പന് പറ്റില്ല. ഏറ്റവും കുട്ടിയാണ്, അപ്പോൾ ഏറ്റവും അത്രയും കുട്ടിയെ നോക്കുന്ന പോലെ നോക്കണം. അതിനാണ് അതാണ് മേശാന്തിയുടെ ഭാവം എന്ന് പറയുന്നത് തന്നെ. തൊട്ടുപോലും വേദനിപ്പിക്കാൻ മേശാന്തിയുടെ ഭാവം എന്ന് പറയുന്നത് തന്നെ യശോദയുടെ ഭാവമാണ്. യശോദ എങ്ങനെ കണ്ണനെ കുളിപ്പിക്കണു അതുപോലെ മേശാന്തി ഗുരുവായൂരപ്പനെ കുളിപ്പിക്കുക, ഒരുക്കുക, ഊട്ടുക, ഇതെല്ലാം ഒരു അമ്മ മകന് ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്യണം. ഒന്ന് തൊട്ടുപോലും വേദനിപ്പിക്കരുത്. ഒട്ടും പറ്റില്ല, ഒട്ടും വേദനിപ്പിക്കാൻ സമ്മതിക്കില്ല. കുറുമ്പുണ്ട്. അപ്പോൾ വേദനിച്ചാൽ തിരിച്ചതേപോലെ ശിക്ഷ കെടുത്തരും. അപ്പോൾ അത്രയും സോഫ്റ്റായിട്ടുള്ള വാക കൊണ്ട് ചാർത്തി മെഴുക്കിളക്കി. അത് കഴിഞ്ഞാൽ പിന്നെ ശംഖാഭിഷേകമാണ്. ശംഖാഭിഷേകം വേദമന്ത്രങ്ങളെ കൊണ്ടുള്ള ശംഖാഭിഷേകം. അതിൻ്റെ കൂടെ വിശേഷാൽ സപ്തശുദ്ധി എന്ന് പറഞ്ഞൊരു മന്ത്രം കൊണ്ട് വളരെ വിശേഷമായിട്ടുള്ള 108 തവണ സപ്തശുദ്ധി മന്ത്രം ജപിച്ചുകൊണ്ടുള്ള ശംഖാഭിഷേകം. ഇതൊക്കെ കഴിഞ്ഞാൽ അവസാനം സ്വർണ്ണ കലശത്തിൽ വീണ്ടും ഒരു അഭിഷേകം. ഇതൊക്കെ കഴിയുന്നതോടുകൂടി അഭിഷേകം കഴിയും. പിന്നെ മലർ നിവേദ്യമാണ്. മലർ നിവേദ്യം എന്ന് പറഞ്ഞാൽ മലര്, ശർക്കര, അവില്, പഴം, കദളിപ്പഴം, ഇതൊക്കെ ധാരാളമാണ്. കുറച്ചൊന്നുമല്ല, വലിയ കുണ്ടലിയിലാണ് നിവേദിക്കുക. കുറച്ചായിട്ടുള്ളതൊന്നുമില്ല. ഗുരുവായൂരപ്പനൊക്കെ ധാരാളിയാണ്. ഇത് മുഴുവൻ ധാരാളമായിട്ട് നിവേദിച്ച്, അത് നിവേദിച്ച് കഴിഞ്ഞ് നടയടച്ച് അലങ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് തുറക്കുക. അലങ്കാരത്തിൻ്റെ സമയത്താണ് ഈ ഓടക്കുഴലിൻ്റെ കഥ ഞാൻ പറഞ്ഞത്. പിന്നീട് എങ്ങനെയാണ് പൂജകൾ വരുന്നത്? അത് കഴിഞ്ഞാൽ പിന്നെ 4 മണി ആവും ഈ തുറക്കാനായിട്ട്. പിന്നെ 4 മണി ഒരു 4:30 വരെ ഭക്തജനങ്ങൾക്ക് തൊഴാനുള്ള അവസരമാണ്. ആ സമയത്ത് വേറെ പൂജകളൊന്നുമില്ല. 4:30 ആയാൽ ഉഷപൂജ ആരംഭിക്കും. അതൊരു 4:50 കൂടിയിട്ട് അത് തീരും. പിന്നെ 5:30 വരെ വേറെ പൂജകളൊന്നും ഇല്ല, ദർശനത്തിനുള്ള സമയമാണ്. 5:30 ആയാൽ എതിർത്ത് പൂജ ആരംഭിക്കും. അത് എതിർത്ത് പൂജയുടെ ഇടയിൽ ഗണപതി ഹോമമുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു 6-6:15 ആകുമ്പോൾ അത് കഴിയും. അത് കഴിഞ്ഞാൽ വീണ്ടും ഭക്തജനങ്ങൾക്ക് തൊഴാനായിട്ട് ഇരിക്കും. പിന്നെ ഒരു 6:50 ആയാൽ ശിവേലി, ഒരു 7:15 വരെ ശിവേലി ഉണ്ടാവും. ശിവേലി കഴിഞ്ഞാൽ പിന്നെ 8 മണിയോടുകൂടി പന്തീരടി പൂജ. പന്തീരടി പൂജയ്ക്കാണ് നവകാഭിഷേകമൊക്കെ അപ്പോഴാണ്. നവകാഭിഷേകം വിശേഷമായിട്ടുള്ള പാലഭിഷേകം. ലിറ്റർ കണക്കിന് പാലാണ് അഭിഷേകം ചെയ്യുന്നത്. 200 ലിറ്റർ, 100 ലിറ്റർ, അങ്ങനെ ധാരാളം പാലഭിഷേകമൊക്കെ ഉണ്ടാവും. അത് തീരുന്നത് 9 മണിയോട് കൂടിയിട്ട് പന്തീരടി പൂജ കഴിയും. പിന്നെ വീണ്ടും ഭക്തജനങ്ങൾക്ക് തൊഴാനുള്ള അവസരമാണ് 11:30 വരെ, 11:20 വരെ. 11:20 ആയാൽ ഉച്ചപൂജയുടെ നിവേദ്യ സമയമായി. അപ്പോൾ
ഈ ഉച്ചപൂജയ്ക്കാണോ പാൽപ്പായസം നേദിക്കുന്നത്? വിശേഷമായിട്ടുള്ള പൂജ ഉച്ചപൂജ. എനിക്ക് തോന്നുന്നു ഗുരുവായൂരപ്പനെ സംബന്ധിച്ച് ഏറ്റവും വിശിഷ്ടമായതാണ് ഗുരുവായൂർ പാൽപ്പായസം. അതെ അതെ, ഉച്ചപൂജയ്ക്കാണ് നിവേദിക്കുക. ഈ ഗുരുവായൂർ പാൽപ്പായസം ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഒരു പ്രത്യേകതയില്ല. ഒരു മഹാത്ഭുതം എന്നാണ് ഇതിനെ പറയേണ്ടത്. കാരണം നമ്മുടെ വീടുകളിലൊക്കെ ഒരു 1000 പേർക്ക് സദ്യയുണ്ട് വിചാരിക്കാം. 1000 പേർക്ക് സദ്യ ഉണ്ടെങ്കിൽ ദഹനക്കാർ തലേ ദിവസം തന്നെ വരും. തലേ ദിവസം തന്നെ പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. മണിക്കൂറുകളോളം വെച്ചിട്ടാണ് അവർ ഈ പായസമൊക്കെ ഉണ്ടാക്കുക. നേരെ മറിച്ച് അത് മറ്റേ ഗുരുവായൂർ അമ്പലത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 2000 ലിറ്ററിൻ്റെ പാലാവട്ടെ 5000 ലിറ്റർ പാലാവട്ടെ കീഴ്ശാന്തിമാർ ഒരു 10 മണിക്ക് കുളിച്ചു വരും. 11 രൂപയാകുമ്പോൾ പായസമാവും. 1.5 മണിക്കൂർ ഈ 1-1.5 മണിക്കൂർ കൊണ്ട് എത്ര ലിറ്റർ പാലിൻ്റെ ആയാലും പാൽപ്പായസമാവും. എന്നും ഒരേ സ്വാദുമായിരിക്കും. അവിടെയാണ് ഏറ്റവും വലിയ ഇത്. അതായത് എല്ലാ ഗുരുവായൂരപ്പൻ മാത്രം നടത്തിയിട്ടുണ്ട്. കാരണം 2000 ലിറ്റർ 3000 ലിറ്ററിൻ്റെയൊക്കെ പാലിൻ്റെ പാൽപ്പായസം ഈ 1 മണിക്കൂറൊന്നും ഉണ്ടാക്കാൻ ഒരു ദഹനക്കാരനോട് ചോദിച്ചാലും അവർക്ക് പറ്റില്ല എന്ന് പറയും. അല്ല, നമ്മളിപ്പോൾ വീടുകളിൽ സാധാരണ ഒരു ചായ ഉണ്ടാക്കുമ്പോൾ പോലും ഓരോ ദിവസം ഉണ്ടാക്കുമ്പോഴും ഓരോ ടേസ്റ്റാണ്. ഇത് എല്ലാ ദിവസവും ഒരേ ടേസ്റ്റായിരിക്കും. എന്നാൽ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന കീഴ്ശാന്തിമാർ ഒരേ കീഴ്ശാന്തിമാരല്ല. അവർ 13 ഇല്ലക്കാരുണ്ട് ഈ കീഴ്ശാന്തിമാർ. ഈ 13 ഇല്ലക്കാരും കൂടിയിട്ട് 100 കണക്കിന് മെമ്പർമാരുണ്ട്. അവരൊക്കെ ഷിഫ്റ്റായിട്ട് മാറി മാറി ആണ് ഓരോ ദിവസവും വരുന്നത്. ഇന്ന് പായസം ഉണ്ടാക്കിയ ആളല്ല നാളെ വരിക. എന്നാലും ടേസ്റ്റ് ഒന്നായിരിക്കും. അതാ ഗുരുവായൂരപ്പൻ്റെ തടപ്പള്ളിയുടെ മഹാത്മ്യമാണ്. ഗുരുവായൂരപ്പൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലാത്ത ചില സമയങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? സാധാരണ ഈ ഉച്ചപൂജ അതിവിശേഷമായിട്ടൊരു പൂജയാണ് ഉച്ചപൂജ എന്ന് പറയുന്നത്. ഉച്ചപൂജ കഴിഞ്ഞാൽ അദ്ദേഹം അമ്പലപ്പുഴയ്ക്ക് പോകും. ഗുരുവായൂരിന്നേ പോകും, അമ്പലപ്പുഴയ്ക്ക് പോകും. ഗുരുവായൂരില്ല. പിന്നെ ഗുരുവായൂർ അമ്പലപ്പുഴയിൽ ഗുരുവായൂരപ്പ വെച്ച് പൂജിക്കുന്നുണ്ട്. അവിടെ അമ്പലപ്പുഴ ഗുരുവായൂരിന് പാൽപ്പായസം മാറ്റി വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകും. ഇവിടെ ധാരാളം പായസമുണ്ട്, എന്നാലും അങ്ങോട്ട് പോകും. ഉച്ചപൂജ കഴിഞ്ഞ് അത് കഴിഞ്ഞ് തിരിച്ച് നട തുറക്കാറാകുമ്പോഴേക്കും തിരിച്ചു വരും. അതുകൊണ്ടാണ് ഉച്ചപൂജ കഴിഞ്ഞാൽ ഉച്ചപൂജയുടെ ശിവേലി വൈകിട്ടാണ് നടത്തുക. കാരണം അദ്ദേഹം പോയി വരണം. അതായത് ഉച്ചപൂജയുടെ ശിവേലി പിന്നെ വൈകിട്ടാണ്. ഉച്ചപൂജയുടെ ശിവേലി വൈകിട്ട് നട തുറന്നാൽ ആദ്യം ഉച്ചപൂജയുടെ ശിവേലിയാണ്. കാരണം ഈ പൂജ കഴിച്ചിട്ട് വേണം അദ്ദേഹത്തിന് പോകാൻ. പോയി അപ്പം തന്നെ പോകും. പിന്നെ ശിവേലിക്കൊന്നും ഇവിടെ സമയമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു കുറച്ച് ഗ്യാപ്പിൽ അദ്ദേഹം അമ്പലപ്പുഴ ഉണ്ടാവുന്നതാണ് എൻ്റെ സങ്കല്പം. ഈ അമ്പലപ്പുഴ ഇരിക്കുന്നതും ഇതേ സ്വരൂപം തന്നെയാണോ? അമ്പലപ്പുഴ ഇരിക്കുന്നത് ഇതേ സ്വരൂപം തന്നെയാണ്. പക്ഷേ ഗുരുവായൂരപ്പന് വേറെ പ്രതിഷ്ഠയുണ്ട് അവിടെ. ഗുരുവായൂരപ്പനെ കുറച്ച് കാലം അവിടെ പോയിരുന്നിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഗുരുവായൂരപ്പൻ പോയിരുന്നത് ഇവിടെ ടിപ്പു സുൽത്താൻ്റെയൊക്കെ ആക്രമണം ഉണ്ടായിരുന്ന കാലത്ത് ഈ വിഗ്രഹം കൊണ്ട് അമ്പലപ്പുഴ കൊണ്ട് വെച്ചിട്ടുണ്ട് കുറച്ച് കാലം. അപ്പോൾ അങ്ങനെ കുറച്ച് കാലം അവിടെ വെച്ച് പൂജ കഴിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ. അതുകൊണ്ട് പിന്നെ തിരിച്ച് വിഗ്രഹം ഇങ്ങോട്ട് കൊണ്ടുവന്നെങ്കിലും അവിടെ ഇപ്പോഴും ഗുരുവായൂരപ്പൻ്റെ പൂജ, ഒരു ശക്തി സ്വരൂപം അവിടെയുണ്ട്. ഗുരുവായൂരപ്പൻ്റെ പൂജയുണ്ട്. ആ സ്മരണാർത്ഥം അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ദിവസം. അങ്ങനെയുണ്ട്. ഈ ഗുരുവായൂരപ്പൻ്റെ കഥകൾ ഒരുപാട് ആളുകൾ പലതും പറഞ്ഞിട്ടുണ്ട്. അങ്ങേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ഗുരുവായൂരപ്പനോട് അടുപ്പിച്ച് എന്തെങ്കിലും കഥകൾ കേട്ട് പറഞ്ഞു? എനിക്ക് അങ്ങനെ മറ്റു കഥകളല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ജ്ഞാനപ്പാന വായിച്ചാലാണ് ഗുരുവായൂരപ്പനോട് അടുക്കാൻ തോന്നുന്നത്. ജ്ഞാനപ്പാന പഠിച്ച ഒരാൾക്ക് അത് കേട്ടാൽ തന്നെ ഇതാണ് അതിൻ്റെ ഒരേ വരികളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചാൽ തന്നെ കണ്ണനോട് ഏറ്റവും കൂടുതൽ എനിക്ക് ഗുരുവായൂരപ്പനോട് എൻ്റെ കുട്ടിക്കാലത്ത് ഗുരുവായൂരപ്പനോടൊരു ആകർഷണം തോന്നിയതും ഈ പൂന്താനത്തിൻ്റെ ജീവചരിത്രം വായിച്ചുകൊണ്ടാണ്. അന്ന് അദ്ദേഹത്തിന് കണ്ണനോടുണ്ടായിട്ടുള്ള അനുഭവങ്ങളും അദ്ദേഹം പോകുമ്പോൾ ഉണ്ടാകുന്ന ആക്രമണങ്ങളും മങ്ങാട്ടച്ഛനായിട്ട് വന്നതുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുറേ കഥകൾ വായിച്ചപ്പോഴാണ് ഗുരുവായൂരപ്പനോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായത്. അതിൽ ഏറ്റവും കൂടുതൽ അടുപ്പിച്ചൊരു കഥ ഒന്ന് പറയാൻ കഴിയും? അങ്ങനെ ഏറ്റവും അടുപ്പിച്ചത് എന്ന് പറയാവുന്നത് ഈ ഭക്തിയും വിഭക്തിയും എന്ന് നമ്മൾ പറയുന്ന മറ്റേ കണ്ണൻ എനിക്ക് പൂന്താനത്തിൻ്റെ മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ ഇഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എന്ന് പറയുന്നതാണ്. ആ ഒരു കഥയുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഒരു ആകർഷിച്ചതും അതിലാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഭക്തിയാണ് അവിടെ പ്രധാനം, വിഭക്തിയല്ല പ്രധാനം. വലിയ അറിവുണ്ട്, ഞാൻ യോഗ്യനാണ് എന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്നതിനേക്കാൾ കൂടുതൽ ഭഗവാനോട് ഏറ്റവും സറണ്ടറിങ് ആയാൽ എല്ലാം നേടിത്തരും. അപ്പോൾ അതുകൊണ്ട് ധാരാളം വായിക്കലോ ധാരാളം ശ്ലോകം ചെല്ലലോ ഭഗവാനെ സ്തുതിക്കലോ അതിനേക്കാൾ കൂടുതൽ ഭഗവാനെ സറണ്ടർ ചെയ്താൽ മതി, നമ്മുടെ കൂടെ ഉണ്ടാവും. ഭഗവാനിൽ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം ലഭിക്കും, എല്ലാമായി. അപ്പോൾ ഭഗവാൻ
അടുത്ത് വിൽപ്പത്തിയുണ്ട്. എനിക്കറിയാം, തന്ത്രമന്ത്രാദികളറിയാം, ഞാനിങ്ങനെ വലിയ പൂജകൾ ചെയ്യണം. അപ്പോൾ വലിയ പൂജകളൊക്കെ ഞാൻ ചെയ്യണോ ഭഗവാന് വേണ്ടി. അതിലും കൂടുതൽ ഇതാണ് നാരായണ ജപിച്ചുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ നിൽക്കുന്നത്. അതാണ് ഏറ്റവും വിശേഷമായിട്ടുള്ളത്. ഇപ്പോൾ ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട് ഒരുപാട്, അതായത് മേൽശാന്തി ആയതിനു ശേഷം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് മറ്റെന്തെങ്കിലും ഒരു അനുഭവം കൂടെ? പിന്നെ ഒരു ഭഗവാൻ എലിയായിട്ട് വന്നു എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. എലിയായിട്ടോ? അങ്ങനെ ഒരു അനുഭവമുണ്ട്. ഗുരുവായൂരപ്പൻ എലിയായിട്ട്? എലിയായിട്ട്. അതിൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുപോലെ, അതും ഒരു മിസ്സിങ്ങിൻ്റെ കഥ തന്നെയാണ്. ആദ്യം ഒരു ഓടക്കുള്ളിൻ്റെ മിസ്സിങ് ആവണമെങ്കിൽ അടുത്ത് വേറൊരു മിസ്സിങ്ങാണ്. ഗോപി ഭഗവാന് സ്വർണ്ണ ഗോപികൾ ഒരു 8-10 ഗോപികളുണ്ട്. 10 ഗോപികൾ എല്ലാ ദിവസവും ഭഗവാനെ ചാർത്തിക്കും. ആയിരക്കണക്കിന് ഗോപി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എല്ലാ ദിവസവും എല്ലാം എടുത്താൽ ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ ദിവസവും 10 എണ്ണം വീതം ചാർത്ത്, അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ പൂജ കഴിഞ്ഞ് ഈ ഒരു 10 ഗോപി, അപ്പോൾ അത് ഈ രാവിലത്തെ പൂജ കഴിഞ്ഞ് ശിവേലി കഴിഞ്ഞാൽ പിന്നെ പന്തീരടി പൂജ എന്ന് പറഞ്ഞിട്ട് അത് മേൽശാന്തി അല്ല ചെയ്യണത്. പന്തീരടി പൂജ ചെയ്യണത് ഓദിക്കന്മാരാണ്. ഗുരുവായൂരപ്പൻ്റെ ഓദിക്കന്മാരായിട്ടുള്ള 4 കുടുംബക്കാരുണ്ട്. അവരിലൊരാളാണ് ചെയ്യുക. അപ്പോൾ ഈ ശിവേലി കഴിഞ്ഞാൽ മേൽശാന്തി പുറകിൽ ഗണപതിയുടെ അവിടെ പ്രസാദം കൊടുക്കാനായിട്ടിരിക്കും. ഈ പന്തീരടി പൂജ കഴിക്കാനായിട്ട് ഓദിക്കൻ വരും. അപ്പോൾ ഒരു ദിവസം അന്ന് അങ്ങനെ ഓദിക്കൻ വന്ന് അദ്ദേഹത്തിന് പാലഭിഷേകമൊക്കെ ചെയ്യണമല്ലോ, ഈ നോകാഭിഷേകമൊക്കെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം മാറ്റുമ്പോൾ അതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടൊക്കെയാണ് മാറ്റുക, കാരണം കണക്ക് കാണിക്കേണ്ടതാണല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ 9 എണ്ണേ ഉള്ളൂ, 10 എണ്ണം ഇല്ല. അപ്പോൾ സാധാരണ 10 എണ്ണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ 10 എണ്ണം ഇല്ല, 9 എണ്ണേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം അവിടെ മുഴുവൻ നോക്കി, കണ്ടില്ല. അപ്പോൾ പൂവിൻ്റെ ഇടയിലൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി, ഒന്നും കണ്ടില്ല. അപ്പോൾ അദ്ദേഹം അവിടെ പ്രസാദം കൊടുക്കുന്നിടത്ത് വന്നിട്ട് ചോദിച്ചു, മേശാന്തി 9 എണ്ണേ കണ്ടിട്ടുള്ളൂ, 10 എണ്ണം ഇല്ല, അവിടെ ഉണ്ടാവും, നോക്കൂ. ഞാൻ നോക്കി, എല്ലായിടത്തും നോക്കി. എന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് ചെന്ന് അകത്ത് നോക്കി. പൂവൊക്കെ ഒരു ഉരുളിയിൽ വെള്ളത്തിലിട്ട് വെച്ചു. വെള്ളത്തിലിട്ട് വെച്ചാൽ ആ പൂവൊക്കെ പൊങ്ങിക്കിടക്കും, ഈ സാധനം താഴ്ത്തി കിടക്കും, വെയിറ്റ് ഉള്ളതാണല്ലോ. അപ്പോൾ തെളിഞ്ഞ് കാണും ചെയ്യും, സ്വർണ്ണമാണല്ലോ. നോക്കിയപ്പോൾ കണ്ടില്ല, പൂവിൻ്റെ ഇടയിലും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും പൂവിൻ്റെ ഇടയിലില്ല, എന്നാലും പൂവ് പുറത്തേക്ക് കൊടുക്കണ്ട, വേറെ എവിടെയെങ്കിലും മാറ്റി വെച്ചോളൂ, പിന്നീട് എപ്പോഴേലും നോക്കാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞുവെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ അത് പോയി എന്നുള്ള ഒരു വിഷമമുണ്ട്. എങ്കിലും അത് കാണിക്കാതെ ഒരെണ്ണമല്ലേ, ഒരെണ്ണം പോയിച്ചാൽ ഇനിയിപ്പോൾ അതറിയാതെ പോലെ ഞാൻ പകരം ഒരെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് കാശ് ചിലവാക്കി വരണം, അതുപോലെ വെച്ചാൽ മതി, അത് അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ സ്വയം അങ്ങനെ പാടില്ല, ഞാൻ മനസ്സമാധാനത്തോടുണ്ട്. പക്ഷേ ഈ ഗോപി കാണാനില്ല എന്നുള്ളത് അവിടെ അങ്ങനെ ഒരു അകത്ത് സംസാര വിഷയം. വാര്യന്മാരുണ്ട്, മാരാന്മാരുണ്ട്, അവരിങ്ങനെ അകത്ത് ജോലിക്കാരുണ്ടല്ലോ, അവരുടെ ഇടയിലൊക്കെ ഇത് ഒന്ന് സംസാര വിഷയമായി. അത് പിന്നെ അതിൻ്റെ പുറത്തേക്ക് എത്തിയപ്പോഴേക്കും ഭഗവാന്റെ ആഭരണം കാണാനില്ലാത്ത അവസ്ഥയായി. ഗോപിയൊക്കെ പോയിട്ട് ഭഗവാന്റെ ആഭരണം കാണാനില്ല എന്നുള്ള അങ്ങനെ ഒരു സംസാര വിഷയമായിരുന്നു. അപ്പോൾ എനിക്ക് വല്ലാത്ത ഭയമായി. വീണ്ടും നാളെ ഞാൻ പിടിക്കപ്പെടും, പേപ്പറിലൊക്കെ മോശക്കാരനാവും. അപ്പോൾ ഭഗവാനോട് വളരെ സങ്കടമായിട്ട് പറഞ്ഞു. പിന്നെ തൽക്കാലം ഇന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടതെന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ കുറേ ഗോപികൾ സ്റ്റോക്കുണ്ട്, ഇതൊക്കെ മേശാന്തിയുടെ കസ്റ്റഡിയിൽ തന്നെയാണ്. തിരിച്ചു പോകുമ്പോൾ ഇതെല്ലാം ഭഗവാന് അവിടെ തിരിച്ചേൽപ്പിക്കണം. അപ്പോൾ അതുവരെ നമ്മുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും മിസ്സായാലെങ്കിലൊന്നും ദേവസ്വം അറിയാൻ പാടില്ല. തിരിച്ചേൽപ്പിക്കുമ്പോൾ മിസ്സാകുമ്പോഴാണ് അവർ ശ്രദ്ധിക്കപ്പെടുന്നത്. അതൊന്ന് തൽക്കാലം എടുത്ത് ഒരെണ്ണം വയ്ക്കാം, പോണതിന് മുമ്പേ നമുക്ക് നോക്കാം. അപ്പോൾ അത് സാധൂകരിക്കണമെങ്കിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യണമല്ലോ, കാണാനില്ല എന്നുള്ള പ്രശ്നം സോൾവ് ചെയ്യണം. ഞാൻ പിന്നെ 9 മണിയായപ്പോൾ വീണ്ടും കുളിച്ച് വരണം. ഓരോ പൂജയ്ക്കും പ്രത്യേകം കുളിച്ച് വരികയാണ്. 9 മണിയായപ്പോൾ കുളിച്ച് വന്നു, നേരെ അകത്ത് വന്ന് ഞാൻ എൻ്റെ സ്റ്റോക്കിൽ നിന്ന് ഒരു ഗോപി എടുത്ത് പകരം 10 ആക്കി തികച്ചു വെച്ചു.